പ്രധാനപ്പെട്ടപ്പോൾ വരുന്നത് ജമ്മു കാശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് വീരമൃത്യു. ഡോഡ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലാണ് ഒരു ഓഫീസർ ഉൾപ്പെടെ 4 സൈനികർ വീരമൃത്യു വരിച്ചത്. ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. രാകേഷ് വിവരങ്ങൾ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാകേഷ്, ഇതെപ്പോഴാണ് സംഭവം? ഈ ഭീകരരുടെ സാന്നിധ്യം നേരത്തെ അതിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എൽദോ, ഡോഡ ജില്ലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. 4 സൈനികർ വീരമൃത്യു വരിക്കുകയും ചെയ്തു. അതായത് ഇന്നലെ രാത്രിയാണ് ഇവിടെ തെരച്ചിൽ, വൈകിട്ടോടുകൂടിയാണ് ഇവിടെ തെരച്ചിൽ ആരംഭിക്കുന്നത്. അതായത് കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജമ്മു കശ്മീർ സ്പെഷ്യൽ പോലീസ് ഒപ്പം തന്നെ രാഷ്ട്രീയ റൈഫിൾസൊക്കെ ചേർന്നുകൊണ്ട് സംയുക്ത സുരക്ഷാ സേന അവിടെ തെരച്ചിൽ നടത്തുന്നത്. ഇതിനിടയിൽ അവിടുത്തെ ഭൂപ്രദേശം നമ്മൾ ശ്രദ്ധിക്കണം. കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്. ഒരു മോശം കാലാവസ്ഥ ഇതൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അവിടെ ഭീകരർക്കായുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു സൈന്യം. തുടർന്ന് ഭീകരരും സൈന്യവും തമ്മിൽ വെടിവെപ്പുണ്ടായി. പക്ഷേ ഈ കുറ്റിക്കാടുകൾ ഒളിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം പിന്നീട് ഭീകരരുടെ ഭാഗത്തുണ്ടായി. പക്ഷേ സുരക്ഷാ സേന അവരെ പിന്തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് ഒരു ഓഫീസർ ഉൾപ്പെടെ 4 സൈനികർ ആക്രമിക്കപ്പെടുന്നത്. 4 പേരും വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഏതായാലും ജമ്മു കശ്മീർ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ കശ്മീർ താഴ്വരയിൽ അല്ലെങ്കിൽ കശ്മീർ മേഖലയിലാണ് സാധാരണ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാറുള്ളതെങ്കിൽ സമീപകാലം, പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു കാലം എടുക്കുകയാണെങ്കിൽ ജമ്മുവിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുന്നു ഭീകരർ എന്ന് കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ 7 തവണയാണ് ജമ്മു കശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായത്. പക്ഷേ കശ്മീരിൽ അത് ഒരെണ്ണം മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും ജമ്മു കശ്മീർ ഭീകരർ തമ്പടിക്കുന്നു എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഡോഡയിൽ ഈ പ്രദേശത്ത് കൂടുതൽ ഭീകരരുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് സുരക്ഷാ സേനയുള്ളത്. കൂടുതൽ സംഘം അവിടേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. എൽദോ, എന്നാൽ 4 സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. അവിടെ ഡോഡ ജില്ലയിൽ അവിടെ ഭീകരരുടെ സാന്നിധ്യമുണ്ടായി. അത് കൃത്യമായ വിവരത്തെ തുടർന്ന് ഒരു ഓപ്പറേഷനെ ശ്രമിക്കുകയായിരുന്നു. അവിടെ ഇന്നലെ രാത്രി 9 മണിക്ക് മുതൽ ആരംഭിച്ച ഒരു തെരച്ചിലാണ്. അവിടെ പിന്നാലെ വലിയ ഏറ്റുമുട്ടൽ സംഭവിച്ചു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. രാകേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.